നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി കേട്ടു തുടങ്ങിയ കാലം തൊട്ട് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് സാൽവേ മരിയ സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി. 18 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ്. ആ സ്ഥാപിക്കപ്പെട്ട കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആയ ബോബി സെബാസ്റ്റ്യനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ബോബി. നമസ്കാരം. അപ്പോൾ ഈ 18 വർഷത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ്. ഇപ്പോൾ ഞാനൊക്കെ ആദ്യകാലത്ത് സ്റ്റഡി അബ്രോഡിനെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്ത് കാനഡ മുഴുവൻ കാനഡ, എവിടെ നോക്കിയാലും കാനഡയായിരുന്നു. ഞാൻ കാനഡയിൽ പോയി പോലും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കേൾക്കുന്നത് കാനഡ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. പിന്നെ യു കെയിലേക്ക് വരുമ്പോൾ യു കെയിൽ ഇപ്പോൾ ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുന്നുള്ളൂ എന്നൊരു പ്രശ്നം അങ്ങനെ കേൾക്കുന്നു. ആൾക്കാരെല്ലാം പോകുന്നത് ഫ്രാൻസിലേക്ക്, അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക്, പിന്നെ ഈസ്റ്റേൺ യൂറോപ്പ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ എൻ്റെ മകളെ ആദ്യകാലത്ത് വെളിയിൽ പഠിക്കാൻ വിടുന്ന സമയത്ത് കുറേ കൺഫ്യൂഷൻ ഒഴിവായിരുന്നു. കാരണം കാനഡയായിരുന്നു മെയിനായിട്ടുള്ള സംഭവം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പേരൻസിനെല്ലാം കാര്യമായ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാലമാണ്. ഏത് രാജ്യത്തേക്ക് വിടണം, ഏത് രാജ്യത്ത് പഠിച്ചാൽ കുട്ടിക്കൊരു പ്രയോജനം ഉണ്ടാകും, ഏത് രാജ്യത്ത് പഠിച്ചാൽ ഇന്ത്യയിൽ വന്നാൽ അതിന് വിലയുണ്ടാകും, അല്ലെങ്കിൽ വെളിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ഈ മാറിയിരിക്കുന്ന ഒരു സെനറിയോയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പ്രധാനമായിട്ട് ഞാൻ ബോബിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് ഇത്രയും വർഷത്തെ പാരമ്പര്യം ഉള്ളതുകൊണ്ടും വിശ്വസ്തമായൊരു കമ്പനി ആയതുകൊണ്ടും ബോബിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. ബോബി, തുടങ്ങാമല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ മൊത്തം കൺഫ്യൂഷനാണ്. എവിടെയാണ് വിടേണ്ടത്? UK വിടണോ, കാനഡ വിടണോ, കാനഡ തകർന്നോ, UK തകർന്നോ, എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ? കറൻ്റ്ലി പറയാവുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് വർഷങ്ങളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന പല ഡെസ്റ്റിനേഷൻസും വേണമെങ്കിൽ നമുക്ക് ട്രഡീഷണലി ആൾക്കാർ ഓപ്റ്റ് ചെയ്തിരുന്ന ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നതിലെല്ലാം വലിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ കാനഡ 2023 ശേഷം കാനഡയിൽ റൂൾസ് മാറിയിട്ടുണ്ട്. അത് ഫേവറബിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അകത്തു നിന്നുള്ള പോസിറ്റീവ്, അല്ലെങ്കിൽ എന്താണ് അതിലെ നെഗറ്റീവ്, അത് നമുക്ക് പുറകെ സംസാരിച്ചു പോകാം. UK കേസിൽ ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് UK 24 മാസം ഉണ്ടായിരുന്ന സ്റ്റേ ബാക്ക് 18 മാസത്തിലേക്ക് കുറയ്ക്കുവാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നു. എന്ന് തൊട്ടാണ് അത് കുറയ്ക്കുന്നത് എന്നുള്ളത് ഇതുവരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയയുടെ കേസിൽ ഓസ്ട്രേലിയയുടെ പുതിയ ഗവൺമെന്റ് ഭരണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പം വിസ ഫീസ് കൂട്ടാൻ പോകുന്നു. അതേപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പർ കൺട്രോൾഡ് ആയിട്ട് തന്നെ റിക്രൂട്ട് ചെയ്യണം. നമ്പർ കുറയ്ക്കണമെന്നുള്ളതിനേക്കാൾ ഉപരി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് വേണം എന്ന് പറയുന്നു. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ വരികയും മാധ്യമങ്ങളിൽ കൂടെ എല്ലാം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സമയം. അതിനെല്ലാം ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ചെല്ലുന്ന കുട്ടികൾ പിന്നൊരു വീഡിയോ ചെയ്യും. അയ്യോ, ഇങ്ങോട്ട് വരരുതേ, അല്ലേ, ഇവിടെ ആ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാൽ മിക്ക രാജ്യത്തും അങ്ങനെ ഒരു വീഡിയോ കൂടെ വരും. അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ സംഭവിച്ചാലും വളരെ മിടുക്കരായിട്ടുള്ള പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോഴും വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 18 വർഷം മുമ്പ് ബോബി സ്ഥാപനം തുടങ്ങുമ്പോൾ തൊട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഏറ്റവും ഈ ഹോട്ട് സെല്ലിംഗ് സ്ഥാപനങ്ങൾ രാജ്യങ്ങളായിരുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞങ്ങള് 2009 സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന സെഗ്മെന്റിലോട്ട്. അതിനു മുമ്പ് എന്തായിരുന്നു? നമ്മൾ 2007 തൊട്ട് IELTSന്റെ ട്രെയിനിങ് ആണ് നമുക്കുള്ളത്. 2009 സ്റ്റഡി അബ്രോഡിൽ വരുന്ന സമയത്ത് UK, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഐ ഡോണ്ട് തിങ്ക് അത്ര വലിയൊരു ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു. UK ന്യൂസിലാൻഡും ആയിരുന്നു പ്രൈമറിലി കുട്ടികൾ പോകുന്നത്. അപ്പോൾ കാനഡ ഒന്ന് വന്ന് മാർക്കറ്റിൽ, കാനഡ എന്ന് പറയുന്നത് എന്നും മഞ്ഞ് പെയ്യുന്ന ദൂരമായ ഒരു സ്ഥലമായിരുന്നു വന്നത്. അപ്പം അതൊരു വളരെ വലിയ സർപ്രൈസിങ് കാര്യമായിരുന്നു. 2009 നിന്ന് ഒരു 13-14 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മുടെ സമൂഹം കാനഡയായി വളരെ പരിചിതമായി. മഞ്ഞ് പെയ്യുന്ന, എപ്പോഴും മഞ്ഞ് വീഴുന്നിടത്ത് നിന്ന് നമുക്ക് പോകാൻ വലിയ ആഗ്രഹമുള്ള ഒരു സ്ഥലത്തിലോട്ട് മാറി. കാനഡയാണ് 2009 ശേഷം ഏറ്റവും വലിയ രീതിയിൽ ഗ്രോ ചെയ്ത കൺട്രി. UK എല്ലാ കാലത്തും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ട്രെൻഡ് ഫേവറബിൾ ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും UK തീർച്ചയായിട്ടും കുട്ടികൾക്കുണ്ടായിരുന്നു. അതിനുശേഷം 2015 കഴിഞ്ഞപ്പം അയർലൻഡ് ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ ആയ അയർലൻഡ് പതുക്കെ വളർന്നു തുടങ്ങി. ഓസ്ട്രേലിയ തീർച്ചയായിട്ടും എല്ലാ കാലത്തും, 2009 വലിയ നമ്പർ ഇല്ല എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നേഴ്സുമാരായിരുന്നു ആ കാലത്ത്. 2009 അല്ലെ, ഞാൻ തുടങ്ങുന്ന 2009 എന്ന് പറയുന്ന കാലഘട്ടം പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഴ്സസ് എന്നുള്ളതായിരുന്നു. നഴ്സസ് MSc നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നവരും, അല്ലെങ്കിൽ ഇവിടെ GNM അന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് BSc നഴ്സിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരും, പിന്നീടാണ് അന്നും ഓഫ് കോഴ്സ് MBA പഠിക്കാനും എഞ്ചിനീയറിംഗ് പഠിക്കാനും പോകുന്നവരുണ്ടായിരുന്നെങ്കിലും നമ്പർ നോക്കുമ്പം ഞങ്ങൾ തുടങ്ങിയത് കോട്ടയത്താണ്. അപ്പം സെൻട്രൽ കേരള റീജിയൻ വെച്ച് പറയുമായിരുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നതിന്റെ വലിയൊരു ശതമാനം നേഴ്സസ് ആയിരുന്നു എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അതിനുശേഷം വന്ന് ഈ ഒരു മാറ്റം സംഭവിച്ച സമയത്ത് കാനഡ എന്ന് പറയുന്നത് എന്നാണ് ശരിക്കും എന്താ പറയുക ഒരു പ്രശ്നമുള്ള സ്ഥലമാണെന്ന് മലയാളിക്ക് തോന്നി തുടങ്ങിയത്? ഏത് സമയത്താണ്? 2009 തൊട്ട് വളരെ ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് തുടങ്ങിയത്. ഒരു 2015 ശേഷം
വലിയ രീതിയിൽ കാനഡയുടെ നമ്പർ ഗ്രോ ചെയ്തു. അപ്പം 2019 കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് അന്നൊക്കെയുള്ള എല്ലാവരുടെയും 2019 2020 കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു രാജ്യം ഏതെന്നുള്ള ഒരു അന്വേഷണത്തിൽ കാനഡയുടെ പോളിസീസ് എല്ലാം വളരെ ഫേവറബിൾ ആയിരുന്നു. അപ്പോൾ കോവിഡിന്റെ കാലഘട്ടത്തിലും ആ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തു പോയി. 2023 കാനഡയിൽ റൂൾ മാറ്റങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പർ കുറച്ച് കൊണ്ടുവരണം, ഒരു റെസ്ട്രിക്റ്റഡ് നിലയിൽ ഒരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണമെന്ന് പൊതുവെ ഒരു ധാരണ വരികയും ഹൗസിംഗ് ഇഷ്യൂസ് ആണ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ കാര്യങ്ങളിലോട്ടൊക്കെ നയിച്ചതെന്ന് തോന്നുന്നു. കാരണം പൊളിറ്റീഷ്യൻസിന് അവിടുത്തെ ആൾക്കാർക്ക് അക്കോമഡേഷൻ കിട്ടുന്നില്ല, ഹൗസിംഗ് പ്രൈസ് വളരെ വലിയ രീതിയിൽ പലയിടത്തും കൂടുന്നു. അപ്പൊ ടെമ്പററി റെസിഡൻസ് എന്നുള്ള നിലയ്ക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പർ വലിയ രീതിയിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കോമഡേഷനിൽ അതൊരു ക്രൈസിസ് ഉണ്ടാക്കുമല്ലോ. ഒരുപാട് പേര് ഒരേ സമയത്ത് അവിടെ ചെല്ലുമ്പം അപ്പൊ ആ പറയുന്ന ക്രൈസിസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അവിടുത്തെ പൊളിറ്റീഷ്യൻസിന് വന്നു. അപ്പൊ അത് വന്നപ്പോൾ അവര് നമ്പർ കുറയ്ക്കാനുള്ള പ്രക്രിയ എന്താണെന്നുള്ളത് ആലോചിച്ചു. അപ്പൊ ഈ നമ്പർ കുറയ്ക്കാൻ നമ്മൾ ആലോചിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പം നമുക്ക് പറയാവുന്നത് ഒരു വർഷത്തോളം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഏത് രീതിയിൽ ഇത് മാറും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ കാനഡയിൽ ലേബർ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്റ്റേ ബാക്ക് പോളിസിയാണ് ഉള്ളത്. എല്ലാ പ്രോഗ്രാമുകളും പഠിച്ചാൽ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. നേരത്തെ പറയുമ്പോൾ ഏത് പ്രോഗ്രാം പഠിച്ചാലും 3 വർഷം 2 വർഷത്തെ പ്രോഗ്രാം പഠിച്ചാൽ 3 വർഷം വരെ സ്റ്റേ ബാക്ക്. ഇപ്പൊ പറയുമ്പം PGWP അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ ലേബർ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള പ്രോഗ്രാമുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം വേറുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കാനഡയിൽ മാത്രമേ ലേബർ മാർക്കറ്റിൽ ഡിമാൻഡുള്ള പ്രോഗ്രാമുകൾക്ക് മാത്രം സ്റ്റേ ബാക്ക് കൊടുക്കുന്ന ഒരു പോളിസി. അപ്പം നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി ഇപ്പോഴും കാനഡയിൽ പോയാൽ കാനഡയിൽ അക്കോമഡേഷൻ ഇഷ്യൂസ് തീർച്ചയായിട്ടും ഉണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അല്ലെ 2023, 22, 21 കാലഘട്ടങ്ങളിലെ വലിയ രീതിയിലുള്ള നമ്പർ അവിടെ എത്തിയത് കൊണ്ടുള്ള അവർ ചെന്ന പ്രോഗ്രാമുകളെല്ലാം അപ്രോപ്രിയേറ്റ് ആയിരുന്നു എന്നൊന്നും നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. ലേബർ മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലായിരുന്നല്ലോ സ്റ്റേ ബാക്ക് പോളിസി. അപ്പോൾ ഇന്നിപ്പോ ചെല്ലുന്ന കുട്ടിക്ക് ഒരു ഉറപ്പുണ്ട്, അയാൾ പഠിക്കുന്ന പ്രോഗ്രാം ലേബർ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത് അല്ലേ? പഴയ പോലെ എല്ലാവരും കയറി പോകുന്നില്ല, പക്ഷെ നമുക്കത് പറയാനായിട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന ഇപ്പൊ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾ അതിനോട് യോജിക്കത്തില്ല. കാരണം അവർക്ക് ഇപ്പൊ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ 2022 നിങ്ങൾ പോയപ്പോൾ ഈ പോളിസി ഇല്ലായിരുന്നു. അവർക്ക് അവിടെ മറുപടി വരുന്നത് ഞങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മൾ കേൾക്കും. അക്കോമഡേഷന്റെ പ്രശ്നങ്ങളുണ്ട്. PR കിട്ടാനായിട്ട് ട്രൈ ചെയ്യുമ്പം ഇപ്പൊ കുട്ടികൾക്ക് കിട്ടാതെ വരുന്ന ചില മേഖലകളിലുള്ളവർക്ക് PR കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പം ഓഫ് കോഴ്സ് കാനഡയുടെ ആ ഒരു ഇംപ്രഷൻ അവിടെ നിന്ന് നമുക്ക് നെഗറ്റീവ് കുറെയൊക്കെ അങ്ങനെ കേൾക്കുമെങ്കിലും ഫ്യൂച്ചറിലോട്ട് വരുമ്പം മേ ബി ഇതൊരു 2-3 വർഷം മുന്നോട്ട് പോകുമ്പം ഈ പറയുന്ന പോളിസി കാനഡനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഒരു മാറ്റം വരുന്ന സമയമാണ്. അപ്പൊ ആ ട്രാൻസിഷന്റെ ഫേസിൽ തീർച്ചയായിട്ടും നേരത്തെ നിൽക്കുന്നവർ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നേക്കാം എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്കൊരു വൈമുഖ്യം തീർച്ചയായിട്ടും. എങ്കിൽ പോലും നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് പോകുന്നവരുടെ കാര്യത്തിൽ നമ്മൾ ഇനി നെഗറ്റീവ് അങ്ങനെ കേൾക്കില്ല എന്ന് പറയാം. അതിനുള്ള പോളിസിയാണ് കൺട്രി ഫോം ചെയ്തേക്കുന്നത്. കാരണം അവിടെ തൊഴിലാളികളെ വേണ്ട അല്ലെ, അവിടെ ആൾക്കാരെ വേണ്ട മേഖലകളിൽ മാത്രമേ അവർ ഈ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പം മിടുക്കനായിട്ടുള്ളൊരു കുട്ടി ആ മേഖലയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സാധ്യതകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷെ ഇപ്പൊ ആ നെഗറ്റിവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് എത്രത്തോളം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാനഡയിൽ ഏതൊക്കെയാണ് ഇപ്പോൾ ഈ തുറന്നിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഇപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റുന്ന എന്തൊക്കെയാണ്? അവർ പറയണത് സ്റ്റെം മേഖലകളിലെ എല്ലാ പ്രോഗ്രാമുകളും, അതുപോലെ ഹെൽത്ത്, അപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇന്ന മേഖല എന്ന് പറയുന്നതിനേക്കാളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്ന ഇന്ന പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിന് സ്റ്റേ ബാക്കിന് ഇഷ്യൂ ഇല്ല. അങ്ങനെയാണ് അതിന്റെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ പൊതുവെ പറയാനാണെങ്കിൽ engineering, science, technology, mathematics, and health science, including nursing, pharmacy, social work, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം സ്റ്റേ ബാക്കിന് യാതൊരു ചലഞ്ചസും കറന്റ്ലിയും കാനഡയിൽ ഇല്ല. അപ്പം നേരത്തെ എല്ലാവരും പോരുന്നത് ഇപ്പോൾ MBA അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ, അതൊക്കെയാണ് ഇപ്പോൾ ഒന്ന് പിന്നിലേക്ക് പോയിരിക്കുന്നത്. അതാണ് ആക്ച്വലി ആ പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ ഒരു
റീസൺ ഈ പറയണ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരും പോയിരുന്നത് ഒരുപാട് പേര് പോയിരുന്നത് ഈ ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലേ. അപ്പൊ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും ബിസിനസ് മാനേജ്മെന്റ് ചെയ്യാമല്ലോ. ഇപ്പൊ MBA ആർക്കും പഠിക്കാമെന്ന് പറയുന്നത് പോലെ അപ്പൊ അവിടുത്തെ കോളേജുകൾ ഈ ബിസിനസ് മാനേജ്മെന്റിന്റെ പ്രോഗ്രാമിലേക്ക് ഒരുപാട് കുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെടുകയും കാരണം ഒരു ഡിമാൻഡ് വന്നപ്പം ഏത് പ്രോഗ്രാമിലാണ് സീറ്റ് ഉള്ളത്, ഏത് പ്രോഗ്രാമിനാണ് കപ്പാസിറ്റി കൂട്ടാവുന്നത്, അപ്പൊ അത് ബിസിനസ് മാനേജ്മെന്റിനാണ്. വലിയ ഡിഫിക്കൽട്ടി ഇല്ല, ലാബ് വേണ്ട. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഒരുപാട് കുട്ടികൾ ആ പ്രോഗ്രാം പഠിക്കാൻ അവിടെ എത്തി. അപ്പൊ അവര് ആ പ്രോഗ്രാമുകൾ പഠിച്ചവരായിരിക്കാം കറന്റ്ലി കൂടുതലായിട്ടും അവിടെ സ്ട്രഗിൾ ചെയ്യുന്നു. അവിടെ നഴ്സിംഗ് പഠിച്ചവര് നേരത്തെ പഠിച്ചവരും സ്ട്രഗിൾ ചെയ്യുന്നില്ല. അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചവര് അവരുടെ സ്ട്രഗിൾ കമ്പാരിറ്റീവ്ലി മാനേജ്മെന്റുകാരെക്കാളും കുറവാണ്. അപ്പൊ ഇപ്പം ബോബിയെ സമീപിക്കുന്ന കുട്ടികൾ ഇപ്പൊ എവിടെ പോകാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? മലയാളികളുടെ ട്രെൻഡ് എന്താണ് ഇപ്പോൾ? അപ്പൊ ട്രെൻഡ് ഞങ്ങൾ ഈ ട്രെൻഡ് ബേസ്ഡ് ഡിസിഷനെ ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. ശരിയാണ്, അതാണ് ഞാനേക്ക് പറ്റിയത്. കറക്റ്റ്. കാരണം ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്തെങ്കിലും പ്രോഗ്രാമിന് പോയാൽ മതി എന്നുള്ളൊരു, കാരണം ഒരു ഡെസ്റ്റിനേഷൻ ആണ് ട്രെൻഡ് എന്ന് തീരുമാനിക്കുമ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പം ട്രെൻഡ് ഇപ്പം നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്പാണ് കറന്റ്ലി ട്രെൻഡിങ്. അപ്പം അതിന് യൂറോപ്പിലെ നല്ല രാജ്യങ്ങളും ഉണ്ട്, യൂറോപ്പിലെ മോശം രാജ്യങ്ങളും ഉണ്ടെന്ന് വേണേൽ പറയാമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് മലയാളികൾ, എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ പോലും പറയാവുന്നത്, ഇപ്പൊ ചേട്ടന് പറയാതിരിക്കാം, ചേട്ടൻ ഒത്തിരി യാത്ര ചെയ്യുന്നതാണല്ലോ. ഞങ്ങൾ പറയാറുണ്ട് യൂറോപ്പ് അതിലെ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ അല്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം എന്ന് തോന്നുന്നു. തീരെ ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അബ്സല്യൂട്ട്ലി. അപ്പൊ ഞങ്ങളിത് ഈ തീരെ ദാരിദ്ര്യം പിടിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. യൂറോപ്പിന്റെ GDP നിങ്ങളൊന്ന് പഠിക്കുക. അപ്പൊ യൂറോപ്പിന്റെ GDP സ്ട്രോങ് GDP ഉള്ള കൺട്രികൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പം ഞങ്ങളൊരു മാപ്പ് തന്നെ പ്രിപ്പയർ ചെയ്തു, യൂറോപ്പിന്റെ ഒരു മാപ്പ് എടുത്തു വെച്ചിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കുട്ടികൾക്ക്. അതായത് യൂറോപ്പിന്റെ സ്ട്രോങ് എക്കണോമി എന്ന് പറയുന്നത് ഫ്രാൻസ് അതിലുണ്ടാവാം, ജർമ്മനി അതിലുണ്ടാവാം, നോർത്തേൺ സൈഡിലോട്ട് പോയാൽ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, അതെല്ലാം സ്ട്രോങ് ആണ്. അപ്പം ഇതിനിപ്പുറം നമ്മൾ ഈസ്റ്റേൺ സൈഡിലോട്ട് വരുമ്പം പഴയ USSRന്റെ ഭാഗമായ രാജ്യങ്ങൾ, അവിടെയൊക്കെ അവരുടെ GDP അത് വളരെ ചെറിയ രാജ്യങ്ങളാണ്. ഇപ്പം ചേട്ടൻ എനിക്കറിയാം ഈസ്റ്റേൺ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പം എക്കണോമി വീക്ക് ആയിട്ടുള്ളൊരു രാജ്യത്ത് അതിന്റെ സാധ്യതകളും കുറവായിരിക്കും. അപ്പം യൂറോപ്പിനെ ഒരു സിംഗിൾ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് ട്രീറ്റ് ചെയ്യാതെ യൂറോപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് പല കൺട്രികളിലെ സാധ്യത പലതാണ് എന്ന് മനസ്സിലാക്കി അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ കറന്റ്ലി സ്റ്റുഡൻസിനോട് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ജർമ്മനി പോയപ്പോഴൊക്കെ കണ്ടത് മുഴുവൻ മലയാളി സ്റ്റുഡൻസ് ആണ് എല്ലായിടത്തും. ജർമ്മനിയാണ് ഇപ്പോഴത്തെ ഒരു ഹോട്ട് കൺട്രി. ജർമ്മനിയിലോട്ട് ഒരുപാട് കുട്ടികൾ തീർച്ചയായിട്ടും പോകണം. എന്താണ് അതിനൊരു കാരണം? ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ലെവലിൽ പറയുവാണെങ്കിൽ വിദ്യാഭ്യാസം ഓൾമോസ്റ്റ് ഫ്രീ ആണ്. നമ്മൾ പറയുമ്പോൾ ഫ്രീ എന്ന് പറയും, പക്ഷെ ചെറിയൊരു ഫീസ് ഉണ്ട്, 500 euros അല്ലെ 1000 euros, മേ ബി 2000 euros ഇൻ സം യൂണിവേഴ്സിറ്റീസ്. വിദ്യാഭ്യാസത്തിന് തീർച്ചയായിട്ടും നിലവാരമുണ്ട്. ഇംഗ്ലീഷിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാം, ഇംഗ്ലീഷിൽ ഡെലിവറി ചെയ്യുന്ന പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. പക്ഷെ എങ്കിലും ജർമ്മൻ പഠിക്കണ്ട നമുക്കപ്പോൾ? ജർമ്മൻ പഠിക്കണം ഫോർ പാർട്ട് ടൈം, അല്ലെങ്കിൽ പഠനത്തിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റികൾ ഐഡന്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഈ ഭാഷ ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രഗ്ലിംഗ് ആണ് അത് തീർച്ചയായിട്ടും. അതേപോലെ തന്നെ പറയാറുണ്ട്, ഇപ്പം നമ്മൾ വലിയൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി, ലാബ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. നമുക്ക് ഈ ലാബിലൊക്കെ പോയാൽ അവിടുത്തെ ലാബിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷ വൺ ഡേയിലേ പറ്റുള്ളൂ. കാരണം നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ജർമ്മൻകാർക്ക് ഇംഗ്ലീഷ് പറയാൻ ഒരു വൈമുഖ്യം ഉണ്ട്. അപ്പം ഭാഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഫ്രാൻസിൽ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു വഴി ചോദിക്കാൻ വേണ്ടി ഒരു പ്രായമുള്ള സ്ത്രീയോട് ചോദിച്ചു, ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഡു യു നോ ഫ്രഞ്ച്? നോ. അവർക്ക് പോയി. അത് ദേഷ്യപ്പെട്ട, അവർക്ക് ഇഷ്ടമല്ല ചോദിക്കുന്നത്, ഇംഗ്ലീഷ് അറിയാതെ ചോദിക്കുന്ന പോലെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജർമ്മനിലെ കാര്യം പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, അപ്പം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട് ഇപ്പം? കാരണം അതുപോലെ കുട്ടികൾ ചെല്ലുകയല്ലേ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ UK പറയുകയാണ്, ചിലപ്പം തെറ്റായിരിക്കാം ഞാൻ പറയണത്, പക്ഷെ എൻ്റെ ഒരു നമ്മളിതിനെ ഇൻഡസ്ട്രീനെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന് പറയുവാണെങ്കിൽ 2021 UK സ്റ്റേ ബാക്ക് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം 2 വർഷം കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയത്. അതായത് 2011 തോന്നുന്നു സ്റ്റേ ബാക്ക് വിഡ്രോ ചെയ്തു, പിന്നെ 10 വർഷം സ്റ്റേ ബാക്ക് ഇല്ലായിരുന്നു. അപ്പൊ 2021 ഈ സ്റ്റേ ബാക്ക് കൊടുക്കുമ്പം ഒരു പരിധി വരെ കോവിഡിന്റെ സമയമായിരുന്നു. അതേപോലെ തന്നെ UK ബ്രെക്സിറ്റിന്റെ ടൈമായിരുന്നു. അപ്പം ചെറിയ ലെവലിലുള്ള ജോബുകളിൽ
അവിടെ ആൾക്കാരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാരണവും ഉണ്ടായിരുന്നായിരിക്കാം ചിലപ്പോൾ ഈ സ്റ്റേ ബാക്ക് പോളിസി വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആൾക്കാരെ വേണ്ടപ്പം രാജ്യങ്ങൾ അനുകൂല തീരുമാനങ്ങൾ എടുക്കുകയും ആൾക്കാരെ വേണ്ടാതെ വരുമ്പോൾ അപ്പൊ ഇപ്പൊ ജർമ്മനി കറന്റ്ലി പല മേഖലകളിലും അവർക്ക് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെ എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഫ്യൂച്ചറിൽ സഫീഷ്യന്റ് ആൾക്കാർ എല്ലാ മേഖലകളിലും ആയി തുടങ്ങുമ്പോൾ അവരത് ഒരു ഫിൽട്രേഷൻ പ്രോസസ്, നല്ല ആൾക്കാരെ മതി, മോശം ആൾക്കാരെ ഇനിയും, അല്ലെങ്കിൽ മോശം എന്ന് ഞാൻ പറയുന്നില്ല, ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു സെഗ്രിഗേഷൻ അല്ലെ ഫിൽട്രേഷൻ തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനി പോകുന്നൊരു കുട്ടി അവിടെ ചെന്നിട്ട് ഈ ചെറിയൊരു ഫീസ് കൊടുത്ത് അവിടെ ചെല്ലുന്നു, അതിനുശേഷം പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പാർട്ട് ടൈം ചെയ്യാനായിട്ട് 20 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യാം. പാർട്ട് ടൈം ചെയ്യാനായിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി ഇപ്പോൾ ജർമ്മനി നമ്മൾ പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ ജർമ്മനി, വെസ്റ്റേൺ ജർമ്മനി എന്നുള്ളൊരു ഡിവിഷൻ 90കൾ വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈസ്റ്റേൺ സൈഡ് ഓഫ് ജർമ്മനി വാസ് അണ്ടർ USSR ആൻഡ് വെസ്റ്റേൺ സൈഡ് വാസ് കൺട്രോൾഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അല്ലെ ആ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അത് കൺട്രോൾ ചെയ്തിരുന്നത്. കറക്റ്റ്, സഖ്യകക്ഷികളായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പം ഈ രാജ്യങ്ങളുടെ പട്ടണങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, മേ ബി ചേട്ടനും അത് കൺഫേം ചെയ്യാം, ഇന്നും ഈ വ്യത്യാസമുണ്ട്. ഈസ്റ്റേൺ സൈഡ് ഓഫ് ജർമ്മനിയും വെസ്റ്റേൺ സൈഡ് ഓഫ് ജർമ്മനിയും തമ്മിൽ ഈ ഒരു അന്തരം ചെറിയ പട്ടണങ്ങളിൽ മതിൽ പോയെങ്കിലും ആ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വ്യത്യാസം ഇവരുടെ പാർട്ട് ടൈം ജോബിനെ പോലും ഇമ്പാക്ട് ചെയ്യാം. കാരണം ഈസ്റ്റേൺ ജർമ്മനിയിലെ അല്ലെങ്കിൽ ഒരു വളരെ ഏറ്റവും ചെറിയ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ കുറച്ചുകൂടെ സങ്കുചിതം ആകാം, ബ്രോഡ് മൈൻഡഡ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ തീർത്തും ചെറിയ പട്ടണങ്ങളും ഇപ്പൊ ബെർലിനോ അല്ലെ ചേട്ടൻ പറഞ്ഞ ഹാംബർഗോ അല്ലെങ്കിൽ മ്യൂണിക്കോ എന്ന് പറയുന്ന വലിയ പട്ടണങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ ആകണമെന്ന് ഇല്ല. പാർട്ട് ടൈമിന്റെ അവൈലബിലിറ്റി അങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. പക്ഷെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കുട്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് പാടുവരുമ്പം കിട്ടുന്നത് എവിടെയാണോ അവിടെ കയറി പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ യൂറോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലൊരു കൂട്ടായ്മയാണെങ്കിലും നമ്മൾ ജർമ്മനി പഠിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ എളുപ്പമാണോ? ആക്ച്വലി യൂറോപ്പിൽ ഷെങ്കൻ രാജ്യങ്ങളിലെല്ലാം ട്രാവൽ ചെയ്യാനായിട്ട് ഏത് ഷെങ്കൻ കൺട്രിയുടെ വിസ കിട്ടിയാലും ഈ സ്റ്റുഡൻസിന് ഷെങ്കൻ രാജ്യങ്ങളിൽ എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ഇവർക്ക് വേറൊരു രാജ്യത്ത് പോയി ജോലി നോക്കാം എന്നുള്ള നിലയിലാണ് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഇവിടെ വരുന്നത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർക്ക് ജോലി വേറൊരു രാജ്യത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് നാഷണൽ വിസ ഫോർ സ്റ്റഡീസ് ആണ്. ഏത് രാജ്യത്താണോ പഠിക്കാൻ പോകുന്നത് അവിടുത്തെ നാഷണൽ വിസയാണ് ഇവർക്ക് പഠനകാലത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വിസയിൽ ഒരിക്കലും വേറൊരു രാജ്യത്ത് പോയി ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വേറൊരു രാജ്യത്ത് അവർക്ക് എൻ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവിടെ ഒരു എംപ്ലോയർ ഇവരിൽ ഇംപ്രസ്ഡ് ആവുകയും ഇവരെ ഹയർ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്യാം. മൂവ്മെന്റിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ ചേട്ടൻ ചോദിച്ചത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിന്റെ ഒരു മിസ്കോൺസെപ്ഷൻ ഉള്ള മേഖലയാണ്. കാരണം ഷെങ്കൻ വിസയാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. അതിരുകളില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് എവിടെ പോയി വേണമെങ്കിലും ജോലി ചെയ്യാൻ നമുക്ക് ആലോചിച്ച് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഫിൻലൻഡ് എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും GDP കൂടിയ രാജ്യത്തേക്കൊക്കെ പെട്ടെന്ന് പോയി അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത നമുക്ക് വന്നേക്കാം. അതാണ് അങ്ങനെ ചോദിച്ചത്. ഫിൻലൻഡ് കറന്റ്ലി നമ്മൾ അവിടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫിൻലൻഡ് നമുക്ക് ഫിൻലൻഡിലെ വിദ്യാഭ്യാസം നല്ല പ്രോഗ്രാമുകളുണ്ട്. ലാംഗ്വേജ് ഫിനിഷ് ആണ്. ജർമ്മനി പോലെ തന്നെ വേറൊരു ഭാഷ പഠിക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഫിൻലൻഡിൻ്റെ ഞങ്ങൾ പറയുമ്പം നമുക്കെപ്പോഴും ഞങ്ങളുടെ ഓർഗനൈസേഷന് നമുക്ക് പറ്റുന്ന ചലഞ്ച് എന്ന് പറയണോ പോസിറ്റീവ് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഫിൻലൻഡിനെ സംബന്ധമായിട്ട് ഞങ്ങൾ പറയുമ്പം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു വേണം ഫിൻലൻഡിൽ കയറി പോകാനെന്ന് കാനഡ പോലെ തന്നെ കറക്റ്റ് ഞങ്ങളത് പറയാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പം കുട്ടികൾക്ക് ഒരു പരിധി വരെ ആണോ ക്ലൈമറ്റ് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഇത്രയും മാസം ഹാർഷാണോ എന്ന് പറയുമ്പോൾ പലരും ബുദ്ധിമുട്ട് കാണിക്കുന്നത് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ ഫിൻലൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്പിലെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെയിൻ ഭാഷയല്ലാത്ത ഏത് രാജ്യമാണെങ്കിലും നമ്മൾ അവിടുത്തെ മെയിൻ ഭാഷ പഠിക്കണം. പ്രത്യേകിച്ചും ബിസിനസ്, ഹെൽത്ത് പോലുള്ള മേഖലകളിൽ, ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഇത് പറയുന്നിടത്ത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക്, കാരണം ഇപ്പം ഫിൻലൻഡിൽ അതിൻ്റെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിൽ കറൻ്റ്ലി പഠിക്കാനായിട്ട് കുട്ടികൾ ബിസിനസ് പ്രോഗ്രാമുകൾ പഠിക്കാനായിട്ട് വലിയ രീതിയിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ നിലയിൽ പറയും ബിസിനസ് പഠിക്കാൻ, ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം പഠിക്കാനായിട്ട് നിങ്ങൾ ഫിൻലൻഡിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ എവിടെ നിങ്ങൾ പോയാലും ഇതിന് ശേഷമുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവിടുത്തെ ഭാഷയിൽ
നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടാവണം, അല്ലെ അത് യു ഹാവ് ടു എൻഷുർ യു ഏൺ ഇറ്റ്. അപ്പോൾ ഈ പറയണ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. കാരണം ഇതിങ്ങനെ പറയുമ്പം ഇപ്പൊ കാനഡ മുമ്പേ ചേട്ടൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാനായിട്ട് പോയ പിള്ളേർ ഒരുപാട് പേരില്ലേ. നമ്മൾ എന്തുകൊണ്ട് അത് ഫിൻലൻഡുമായിട്ടും ജർമ്മനിയുമായിട്ടും കണക്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ജർമ്മനിയിൽ ഒരുപാട് കുട്ടികൾ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാനായിട്ട് അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് തെറ്റൊന്നുമാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. പക്ഷേ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരുപാട് കുട്ടികൾ ഇതിന് വരുന്നുണ്ട്. കോമ്പറ്റീഷൻ അപ്പം തീർച്ചയായിട്ടും ഹൈ ആയിരിക്കും. ഭാഷയിലെ പ്രാവീണ്യം അവിടുത്തെ ഒരു എംപ്ലോയറിന് ഒരിക്കലും ഇവരെ ഒരു ഹയർ ലെവൽ ജോബിലോട്ട് ഒരു എംപ്ലോയർ റിക്രൂട്ട് ചെയ്യത്തില്ലല്ലോ. അല്ലെ അതുപോലെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് വേണം. എനിക്കൊന്ന് യൂറോപ്പിൽ എവിടെ ആയാലും അവിടുത്തെ ഭാഷ പഠിച്ചേ പറ്റൂ. തീർച്ചയായും നമ്മളിപ്പോൾ ഡെൻമാർക്കിലാണെങ്കിൽ ഡാനിഷ് എവിടെ പോയാലും പഠിച്ചേ പറ്റൂ. കാരണം അവിടെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുള്ളൂ. ക്യാപിറ്റൽ സിറ്റികളിലും വലിയ സിറ്റികളിലും ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ആ ഒരു ചലഞ്ച് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ ബോബിയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യം, പഠിക്കാൻ പോവുകയും അവിടെ PR കിട്ടുകയും ചെയ്യാവുന്ന ഒരു രാജ്യം ഏതാണ്? നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ പറയണ ഒരു കമന്റ്, ഒരു ഫേസ് ചേഞ്ചിന്റെ കാലഘട്ടമാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നമ്മുടെ ഇപ്പം ഇത്രയും വർഷത്തെ ഈ മേഖലയിൽ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കുറേ കാലങ്ങൾ കൂടി വരുന്നൊരു മാറ്റം ഇപ്പം ഈ മേഖലയിലുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മുടെ നാടിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇന്റർനാഷണലി ഇപ്പം ഈ ഒരുപാട് രാജ്യങ്ങൾ ഒരേപോലെ അവരുടെ നിയമങ്ങൾ മാറ്റിയെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് മേ ബി ചേട്ടൻ ഒരു മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചേട്ടനത് കമൻറ്റ് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് രാജ്യങ്ങളെല്ലാം അവരുടെ ഡൊമസ്റ്റിക്കലി എല്ലാ കാര്യങ്ങളെയും ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്കിവിടെ മേക്ക് ഇൻ ഇന്ത്യ GCC തുടങ്ങിയതാണ് സാധനം അല്ലേ, സ്വദേശിവൽക്കരണം അല്ലേ? കറക്റ്റ്. അപ്പൊ ആ ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ കൊടുക്കണ ഒരു അഡ്വൈസ് ഇപ്പം ഈ ഒരു പോയിന്റിൽ പഠന പ്രോഗ്രാം എവിടെ പോയാലും പഠിക്കുന്നതിന് ക്വാളിറ്റി വേണം. നല്ല പ്രോഗ്രാമുകൾ അല്ലാതെ ഈ സമയത്ത്, കാരണം കാനഡ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ നമ്മളൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അവിടെ എടുത്തിരുന്നത് ഡിപ്ലോമകളാണല്ലോ. ഇപ്പോഴും കുട്ടികൾ പോയ ഡിപ്ലോമകളാണ്. ആ ഡിപ്ലോമകൾ ആ നാട്ടിലാണ് അതിന് വാല്യൂ ഉള്ളത്. നമ്മൾ ആ ഡിപ്ലോമകൾ കൊണ്ട് ഇവിടെ തിരിച്ചു വന്നാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് കാനഡയുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് മാസ്റ്റേഴ്സിനും ലോകം മുഴുവൻ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഡിപ്ലോമകൾക്ക് അക്സെപ്റ്റൻസ് ഇല്ല എന്നല്ല പറയണത്. പക്ഷേ നമ്മുടെ ഇവിടെ തിരിച്ചു വരുമ്പം തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമ ഹോൾഡറും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളും തമ്മിൽ ഒരു വ്യത്യാസം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അല്ല. തീർച്ചയായിട്ടും ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടാം തരമായിട്ടാണ് കാണുന്നത്. പക്ഷേ UK യൂണിവേഴ്സിറ്റി പഠിച്ചാൽ വീണ്ടും ഒരു കുറച്ചുകൂടി ലോകം മുഴുവൻ അക്സെപ്റ്റൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ മികച്ച റാങ്കിങ് ഉള്ള മികച്ച പ്രോഗ്രാമുകൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഈ ഫേസ് ചേഞ്ചിന്റെ ഒരു കാലഘട്ടത്തിൽ ചെയ്യാവുന്നത്. ഇനി ഏത് രാജ്യത്തായാലും. കാരണം സപ്പോസ് നമ്മൾ തിരിച്ചു കയറി പോന്നു, അപ്പോൾ തിരിച്ചു കയറി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ ആലോചിക്കുമ്പം ഈ പ്രോഗ്രാമിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റ് എക്കണോമി നമുക്ക് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു ജോലി നമ്മൾ ട്രൈ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാപനത്തിലെ ഒരു ഡിപ്ലോമേനേക്കാളും തീർച്ചയായിട്ടും വാല്യൂ ഉണ്ടാവും വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ നല്ലൊരു പ്രോഗ്രാം. തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്കും ദുബായിലെ സാധ്യതകളെ പറ്റി പറയുന്നുണ്ട്. ദുബായിലെ പഠന സാധ്യതകൾ, അതായത് അവിടെ ജീവിക്കുന്ന മലയാളികളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് പോയി പഠിക്കാവുന്ന പ്രോഗ്രാംസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ദുബായിൽ ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ അവരുടെ ക്യാമ്പസ് അവരുടെ അക്കാഡമിക് സിറ്റിയിലും അല്ലെ നോളജ് സിറ്റി എന്നൊക്കെ പറയുന്ന ഹബ്ബുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്യാമ്പസുകളിൽ പോയി പഠിക്കാനുള്ളൊരു താല്പര്യം ഇപ്പം ദുബായ് പറയുന്ന അഡ്വാൻറ്റേജ് ഇപ്പം ഇതേ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അല്ലെ ഒരു UK യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, UK എന്താണ് അവരുടെ അഡ്മിഷൻ റിക്വയർമെന്റ്, ചിലപ്പോൾ അതിലും കൂടെ കുറച്ചുകൂടെ ലോവേർഡ് ആയിരിക്കും ദുബായിലെ എൻട്രിയുടെ റിക്വയർമെന്റ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ കണക്റ്റഡ് ആയതുകൊണ്ട് ദുബായ് ആയിട്ട് മലയാളി കമ്മ്യൂണിറ്റി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ബന്ധുക്കളുണ്ട് അല്ലെ റിലേറ്റീവ്സ് പാരന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ചെറിയ രീതിയിൽ ഒരു വലിയൊരു നമ്പറിലോട്ടല്ല, ചെറിയൊരു ദുബായ് ഒരു ചെറിയ പട്ടണമാണല്ലോ. അല്ല, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ UK യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ക്യാമ്പസിൽ പഠിച്ചാൽ ആസ് ഗുഡ് ആസ് UK ഡിഗ്രിയാണോ? സെയിം ഡിഗ്രിയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതേപോലെ തന്നെ ഇവർ ഈ ട്രാൻസ്ഫർ അറേഞ്ച്മെന്റ്സും പറയുന്നുണ്ട്. അതായത് ദുബായിൽ 2 വർഷം പഠിക്കാം, അതിനുശേഷം ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ നെക്സ്റ്റ് 2 years UK പഠിക്കാം. അപ്പൊ അത് ഞങ്ങൾ പറയുമ്പം അഗെയിൻ നമ്മൾ അതിന്റെ കൂടെ അഡീഷണലി പറയാറുള്ളത് സ്റ്റേ ബാക്ക് പോളിസികൾ എന്ന് പറയുന്നത് അതാത് സമയങ്ങളിൽ എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതാണ് കിട്ടുന്നത്. പലപ്പോഴും കുട്ടികളെ അതിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത്
2 വർഷം ദുബായ് പഠിച്ചു, 2 വർഷം UK പഠിച്ചു. അതിനുശേഷം UKയുടെ സ്റ്റേ ബാക്ക് എത്രയാണോ അത്രയും സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ അതിന്റെ കൂടെ അഡീഷണലി പറയും, നിങ്ങൾ പഠിച്ച് 2 വർഷം 4 വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ UKയുടെ സ്റ്റേ ബാക്ക് പോളിസി എന്താണോ അതേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മളെ വിട്ടുപോയ 2 രാജ്യങ്ങളുണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാധ്യത? കാരണം അത് ഈ പറഞ്ഞ മലയാളിക്ക് സ്വന്തം നാട് പോലെയാണല്ലോ ഓസ്ട്രേലിയ. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് ഓസ്ട്രേലിയക്കുള്ള ഒരു ഡോർ എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും. ഓസ്ട്രേലിയ സാധിക്കുന്നില്ലാതെ വരുന്ന ആൾക്കാർ ന്യൂസിലാൻഡിൽ പോയിട്ട് പിന്നീട് ആ രാജ്യങ്ങൾ തമ്മിൽ ബയലാറ്ററൽ അഗ്രിമെന്റുകൾ ഒരുപാട് നിലനിൽക്കുന്നതുകൊണ്ട് മൂവ്മെന്റിന് വലിയ പ്രശ്നങ്ങളില്ല. അപ്പൊ അതാണ് ന്യൂസിലാൻഡിനെ സംബന്ധമായിട്ട് പറയാൻ പറ്റുന്ന. ചെറിയ രാജ്യമാണല്ലോ, പോപ്പുലേഷൻ വളരെ കുറവാണ്. ഓസ്ട്രേലിയ എല്ലാ കാലത്തും നല്ല പ്രോഗ്രാമുകൾ, ഓസ്ട്രേലിയയുടെ യൂണിവേഴ്സിറ്റികളെല്ലാം റാങ്കിങ്ങിലും മികച്ചതാണ്, പ്രോഗ്രാമിന്റെ ക്വാളിറ്റിയിലും മികച്ചതാണ്. അപ്പം ബാച്ചിലേഴ്സ് ലെവലിൽ പഠിക്കാനും മാസ്റ്റേഴ്സ് ലെവലിൽ പഠിക്കാനും വലിയൊരു നമ്പർ, നമ്മൾ ഈ കാനഡയും UK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ നമ്പർ കുറവാണ്. പക്ഷെ സബ്സ്റ്റാൻഷ്യലി ഗുഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഓസ്ട്രേലിയക്ക് എല്ലാ സമയത്തും ഉണ്ട്. അപ്പം നല്ല പ്രോഗ്രാമുകൾ മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ലെവലിൽ പഠിക്കാൻ തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് എല്ലാ കാലങ്ങളിലും ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധയിലോട്ട് ഇപ്പൊ വരാഞ്ഞതിന്റെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആൾക്കാരുടെ അറ്റൻഷനിൽ വരാതിരുന്നതിന്റെ കാരണം എന്നും ഈ കാനഡയും UK ഒക്കെ വലിയ നമ്പർ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ നമ്പർ ചെറുതായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല യൂണിവേഴ്സിറ്റികളും നല്ല ക്യാമ്പസുകളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. വൈ ഷുഡ് ഐ ഗോ അബ്രോഡ്? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ അതിരുകളില്ല, ലോകം നമുക്ക് റീച്ചബിൾ ആണ്. പഴയതിലും കൂടുതലായിട്ട് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം വിദേശ വിദ്യാഭ്യാസം നമ്മളെ ഈ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഏത് സമൂഹത്തിലും ജീവിക്കാനുള്ള ഒരു എബിലിറ്റി തരുന്നു. കാരണം ഇപ്പൊ ട്രാവൽ എന്ന് പറയുന്നത്, ചേട്ടൻ ഒരുപാട് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഓരോ ട്രാവലും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ ഓരോ എക്സ്പീരിയൻസും നമ്മുടെ പെർസെപ്ഷൻസിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ ലോകം, നമ്മുടെ അറിവ് കൂട്ടുന്നുണ്ട്. അപ്പം വിദേശ വിദ്യാഭ്യാസത്തിൽ കൂടെ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. ഈ നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പോഷർ ഒരു അസറ്റായിട്ട് ഭാവിയിൽ വരും. എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ പഠിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്താലും നമുക്ക് ആ ഒരു അക്സെപ്റ്റൻസ് കൂടും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കുട്ടികൾ സ്മാർട്ട് ആയിരിക്കും, കാരണം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർ അത്രയും നാളുകൾ മക്കൾ പഠിക്കാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട്, എൻ്റെ മോളൊക്കെ പോയിട്ട് ഈ പറഞ്ഞ ചായ പോലും ഇടാതിരുന്ന കക്ഷി അവിടെ പോയി ഒരു മാസം കൊണ്ട് എന്ത് സാധനങ്ങളും ഉണ്ടാക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അത് തിരിച്ചിവിടെ വന്നാലും അതൊക്കെ ഗുണം ചെയ്യും എന്നുള്ളവരാണ് ഏറ്റവും വലിയ കാര്യം. കറക്റ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പോകണോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകണോ? വിച്ച് വൺ ഡു യു പ്രിഫർ? ഈ 2 രീതിയിലും ഇതിനെ അപ്രോച്ച് ചെയ്യാം. അപ്പം ഇപ്പം +2 കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ നമ്പർ നേരത്തെ പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വലിയ രീതിയിൽ കുട്ടികൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞ് പോകുന്നതിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ പറയുമ്പം സാമ്പത്തികം എന്നുള്ളത് ഓഫ് കോഴ്സ് ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണല്ലോ. കാരണം ഫീസ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസമായിട്ട് നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും. അപ്പം അഫോർഡബിലിറ്റി ഇഷ്യൂ വരുമ്പം +2 കഴിഞ്ഞ കുട്ടികൾ വിദേശ വിദ്യാഭ്യാസം എന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷം ചിലപ്പോൾ ഇവർക്ക് അഫോർഡബിൾ അല്ല എന്ന് കാണുമ്പം ഒരു നല്ല രാജ്യമല്ലാത്തിടത്തോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞ് അഡമെന്റ്ലി പോകണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാളുപരി +2 കഴിഞ്ഞ് പോകുമ്പോൾ പോകുന്ന പ്രോഗ്രാം നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കണം. അതിന് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിലേ പോകാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിന് പോയാൽ മതി. ഇവിടെ ഡിഗ്രി പഠിച്ചതിന് ശേഷം, കാരണം ഈ ഡിഗ്രിയും മാസ്റ്റേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം, ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം എഞ്ചിനീയറിംഗിലെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഓസ്ട്രേലിയയിൽ പഠിക്കണമെങ്കിൽ 4 വർഷം പഠിക്കണം, എന്നാൽ മാസ്റ്റേഴ്സിന് 2 വർഷമേ ഉള്ളൂ. അപ്പം ഈ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ വരുമ്പം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു മോശം രാജ്യത്ത് പോയി ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ നല്ലത് ഇവിടെ ബാച്ചിലേഴ്സ് പഠിച്ചിട്ട് മാസ്റ്റേഴ്സിന് അന്നത്തെ സാധ്യതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നല്ലൊരു രാജ്യത്തോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഓവർസീസ് സ്റ്റഡിക്ക് വേണ്ടി വരുന്ന കുട്ടികൾ ഇതുപോലെ തീരുമാനിച്ചാണ് വരുന്നത്, ഞാൻ ജർമ്മനിയിൽ പോകാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്, അതോ നമ്മളവിടെ വന്നിട്ട് നമ്മളിവരെ കൺവിൻസ് ചെയ്യിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഇതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും എന്നുള്ളതുപോലെ നമുക്ക് എക്സ്പോഷർ ഇപ്പം പഴയതിലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലിയും നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാം. അപ്പം ഈ വരുന്ന കുട്ടികളിൽ ഒരു വിഭാഗം അവർ തന്നെ
ഗൂഗിൾ സെർച്ച് ചെയ്തും അവരുടെ ഫ്രണ്ട്സ് പോയതിന്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ ആയിട്ട് ഇവിടെയാണ് ഞാൻ പോകുന്നതെന്ന് തീരുമാനമായിട്ട് വരുന്നവരുണ്ട്. എന്നാൽ പേരൻസ് വന്നാൽ പലപ്പോഴും പേരൻസ് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഏതാണ് നല്ലത്, ഇതിന്റെ പ്ലസ് എന്താണ്, മൈനസ് എന്താണ്. അപ്പം കുട്ടികളിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ചോദിക്കുന്നവരുണ്ട്, ഡെസിഷൻസ് ആയിട്ട് വരുന്നവരുണ്ട്. കാരണം അതാണല്ലോ ട്രെൻഡുകൾ ഉണ്ടാകുന്നത്. അതെ, ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും കാണുന്നത് ഇപ്പം ഈ IELTS പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ജർമ്മനിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നത് തന്നെയാണോ നല്ലത് ജർമ്മൻ ഭാഷ? ജർമ്മൻ ഭാഷ എന്താണേലും പഠിക്കണം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി വെക്കുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഇല്ല, പക്ഷേ ഇവിടുന്ന് തുടങ്ങി വെക്കുന്നതിൽ യാതൊരു തരത്തിലും തെറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളം എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ മറ്റേ സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പല നമ്മൾ കേട്ട് അറിഞ്ഞ കാര്യങ്ങളും വെച്ചിട്ട് മാത്രം തീരുമാനം എടുക്കരുതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. അതായത് ജർമ്മനിയിലേക്ക് എല്ലാവരും പോകുന്നു, എന്നാൽ പിന്നെ ജർമ്മനിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരായിരിക്കും അധികം. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരുടെയും കാലിബർ, ഓരോരുത്തരുടെയും പഠിച്ചു വന്ന കാര്യങ്ങൾ, അതുപോലെ ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് വേണം തീരുമാനമെടുക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ മനസ്സിലാക്കി, നമ്മളിപ്പോൾ ഇത്തരം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എല്ലാവരും വന്ന് കമൻറ്റ് ചേട്ടാ ഇതൊന്നും അല്ല അവിടുത്തെ അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോള് UK പഠിച്ചത്, ലീഡ്സ് യൂണിവേഴ്സിറ്റി പഠിച്ചു. അവൾ പഠിച്ചിറങ്ങി 3 മാസത്തിനുള്ളിൽ അവൾക്ക് നല്ല ജോലി കിട്ടി. അതിന് കാരണം അവൾ പഠിച്ചിറങ്ങി അന്ന് തൊട്ട് അവൾ ദിവസം ഒരു 4 ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ അവൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ എന്തിനും അറ്റൻഡ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. പക്ഷേ അവളതൊരു എന്താ പറയുക, അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല ജോലി കയറണം എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ആദ്യത്തെ ഒരു റോളിൽ കയറി. ഇപ്പോൾ അതിൻ്റെ 4 റോള് മുകളിലെത്തി. ഇപ്പോഴും അവൾ സ്റ്റിൽ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അധ്വാനവും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ബേസിക്കുള്ള കാര്യം. അല്ല നമ്മൾ അവിടെ ചെന്ന് പഠിച്ചു എന്നുകൊണ്ട് എനിക്കിപ്പോൾ ജോലി കിട്ടണം എന്നൊരിക്കലും വിചാരിക്കരുതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തന്നെയുമല്ല ഇപ്പം അതും എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ ജർമ്മനി പോകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഇവരുടെ അവിടെ ഇരിക്കുന്നവരൊക്കെ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കൂടുതൽ പറയാനുണ്ടാവും. നിങ്ങൾക്ക് പറ്റിയത് അതല്ല, ഇതാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിലാണ് അവിടെയൊക്കെ ചെന്ന് കഷ്ടപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എത്ര ശതമാനം ആൾക്കാർ അങ്ങനെ തിരിച്ച് കൺവിൻസ്ഡ് ആയി രാജ്യങ്ങൾ മാറ്റിയിട്ടുണ്ടാവും ഏകദേശമൊക്കെ? ലിസൺ ചെയ്യുന്ന ആൾക്കാർ ഒരു പരിധി വരെ നമ്മൾ പറയണതിനെ അവരെടുക്കും. അപ്പോൾ ലിസൺ ചെയ്യാൻ തയ്യാറല്ലാതെ ഡിസിഷൻസുമായിട്ട് വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഇന്ന കൺട്രി മതി, ഇന്ന പ്രോഗ്രാം മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വലിയൊരു ഘടകമായി ഈ അഫോർഡബിലിറ്റി. നമ്മളിപ്പം 10 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്ന ഒരാളോട് ഒരു 2 ലക്ഷം രൂപ കൂടെ മുടക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പം അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അഫോർഡബിലിറ്റി ഓഫ് കോഴ്സ് ഒരു പ്രശ്നം തന്നെയാണല്ലോ. പലപ്പോഴും അവരത് തയ്യാറാകത്തില്ല. അപ്പോൾ ആ പറയണ ഒരു പ്രോബ്ലം നമുക്കുണ്ട്. അതെ, തീർച്ചയായും അതൊക്കെ ഉണ്ട്. അഫോർഡബിലിറ്റി തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ. ഇപ്പോൾ ഒരു 2 ലക്ഷം കൂടെ മുടക്കിയാൽ വളരെ വിപുലമായ ഒരു സാധ്യത മുന്നിലുണ്ടെങ്കിൽ അതിലേക്കാണല്ലോ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളിപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ നല്ല പ്രോഗ്രാം, മോശം പ്രോഗ്രാം ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എല്ലാ കുട്ടികളും ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ആണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം പല റീസൺസിൽ അവർക്ക് ചിലപ്പം അക്കാഡമിക് റിക്വയർമെന്റ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, എൻട്രി റിക്വയർമെന്റ്സ്. അപ്പം അങ്ങനെ വരുമ്പം ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം അവർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ വേറൊരു കാര്യമുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ബിൽഡിങ്ങിൻ്റെ 2ാം നിലയിൽ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നു, ഈ കുട്ടി അവരെ വിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനാണോ ചെന്നത് അതിലേക്ക് അങ്ങ് തീർച്ചയായിട്ടും പിന്നെ ഒരു അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വരുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്, ട്രാവൽ ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം, ഒരുപാട് സ്റ്റുഡൻസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരു പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. വെച്ചാൽ അതിന് ഇവരിപ്പോൾ 18 വർഷമായ ഒരു സ്ഥാപനം. ഞാനിപ്പോൾ സാൽവമരയുടെ കാര്യം മാത്രമല്ല, ഇത്ര അധികം വിപുലമായ ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനങ്ങളെ വേണം നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള സ്റ്റഡി അബ്രോഡ് കാര്യങ്ങൾക്ക് സമീപിക്കാൻ. കാരണം ഇവർ ഇതെല്ലാം കണ്ടും കേട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയൊക്കെ ആണ് ഇത്രയും 18 വർഷമായിട്ട് നിലനിൽക്കുന്ന 19 ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് കേരളം വിട്ടാലും ഓഫീസുകളുണ്ടോ? കറന്റ് കേരളത്തിൽ 19 സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കാനഡയിലാണെങ്കിൽ അധികം കേട്ടിരിക്കുന്നത്, നമ്മൾ ഒരു കുട്ടി അങ്ങോട്ട് വിടുന്നു, യാതൊരു പരിചയം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കുട്ടിയെ പറഞ്ഞു വിടുന്നു, നമ്മുടെ ടെൻഷൻ അറിയില്ല. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്ത് താമസിപ്പിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കാനഡ ചെയ്ത് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു രാജ്യത്തേക്കാണ് ഒരു കുട്ടി പോകുന്നതെങ്കിൽ അവിടെ എന്താണ് അവസ്ഥ? അങ്ങനെയൊക്കെ കറന്റ് ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്നതിലെ രാജ്യങ്ങൾ പലതും ഞങ്ങൾ സർവീസ് ഓഫർ ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന രാജ്യങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജോർജിയ എന്ന് പറയുന്ന കൺട്രിയിൽ ഇത് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണാം. ഞാൻ എൻ്റെ ഒരു വേർഷനാണ് പറയുന്നത്. ഇപ്പോൾ ജോർജിയ എന്ന് പറയുന്ന കൺട്രിയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് കറന്റ് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വിലയിരുത്തലിൽ
ജോർജിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ഒരു രാജ്യം അല്ല. ജോർജിയ എന്ന് പറയുന്ന കൺട്രിക്ക് എന്താണ് അവിടെ പോയി പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, വേറൊരു കൺട്രിയിൽ പഠിക്കുന്നു, അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, ഈ കുട്ടികൾ പഠനം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം അവിടെ തന്നെ അവർ സെറ്റിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ജോർജിയ കണ്ടിടത്തോളം ജോർജിയ അങ്ങനെ ഒരു ഫാസിനേറ്റിംഗ് കൺട്രി അല്ല, ഒരു ഡെവലപ്ഡ് എക്കണോമി ഒന്നും അല്ല ഇവർ സെറ്റിൽ ചെയ്യാനായിട്ട് ഇവരവിടെ ശ്രമിക്കാൻ വേണ്ടി. അപ്പം നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചാൽ എന്താണോ ബെനിഫിറ്റ്, അതേ ബെനിഫിറ്റ് തന്നെയാണ് ജോർജിയയിലും പഠിച്ചാലുള്ളത്. അപ്പം അപ്രൂവ്ഡ് ആണോ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം, ജോർജിയയിൽ നിന്ന് ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം, ജോർജിയയിൽ നിന്ന് UK പോകണമെങ്കിൽ, കേരളത്തിൽ നിന്നൊരു നേഴ്സ് UK പോകണമെങ്കിൽ IELTS എത്ര സ്കോർ ചെയ്യണോ അതേ സ്കോർ തന്നെ ഈക്വൽ ടു സ്റ്റഡിങ് ഇൻ കേരള എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പം പക്ഷെ അത് വ്യത്യസ്തമായിട്ട് പറയുമായിരിക്കാം. ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്, വേറൊരു രാജ്യത്ത് പഠിക്കുമ്പോൾ ഇൻഡിപെൻഡൻസ് വരും, അതൊക്കെ ഫാക്റ്റാണ്. പക്ഷെ ഈ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ലക്ഷ്യങ്ങളോടുകൂടി കുട്ടികൾ പോയാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് അതൊരു യൂറോപ്പിലെ നല്ലൊരു കൺട്രിയാണ്, അവിടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള ചിന്തയിലൊക്കെയാണ് ആൾക്കാർ എടുക്കുന്നതെങ്കിൽ അത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. കഴിഞ്ഞാൽ പിന്നെ ഒരു നഗരം പോലും ഇല്ല അവിടെ. ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് ഇതെന്താ ഈ കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ കറുത്ത കളറിൽ കിടക്കണത് എന്ന് ചോദിക്കുമ്പം നേരത്തെ കാര്യം കേട്ടോ. അപ്പം എന്നോട് ആദ്യം ഒരാൾ പറഞ്ഞു ഐ ഡോണ്ട് നോ, ടാക്സി ഡ്രൈവറിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടാണ് അവിടെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അന്വേഷിച്ചപ്പം USSR നേരത്തെ യുദ്ധത്തിലേതോ തകർന്ന കെട്ടിടവും, പിന്നെ പല ബിൽഡിങ്ങുകളും നമ്മൾ നോക്കുമ്പോൾ കോമൺ പാറ്റേൺ ടിബിലിസി വിട്ടാൽ അതൊക്കെ പഴയ USSR കൺസ്ട്രക്ഷൻ എന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ്. നമ്മുടെ ആൾക്കാര് അല്ലെ പലവരും അതിനൊരു വലിയ വികസിത രാജ്യമായിട്ട് പരിഗണിക്കുമ്പോൾ ടിബിലിസി വിട്ട ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, വേണമെങ്കിൽ ഇന്റർനാഷണൽ എക്സ്പോഷറിന് വേണ്ടി ഒന്ന് പോകാം. നമ്മൾ കൊച്ചി പഠിച്ച് ഇൻഡിപെൻഡൻസ് എന്നും ഇന്റർനാഷണൽ എക്സ്പോഷർ എന്നുള്ള ആസ്പെക്ട് ലൈനെ കൺസിഡർ ചെയ്യും. അതിനപ്പുറത്തൊരു അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പം സാൽവേ മരിയയുടെ കാര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്കുള്ള കുട്ടികളാണ് നിങ്ങളെ സമീപിക്കാവുന്നത്? ഞങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് പ്രോമിനൻ്റ്ലി നമ്മുടെ പ്രൊമോഷൻ പ്ലാനുകളിലും അല്ലെ സജഷൻസിലും ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പറയുന്നതിൽ ഇപ്പം ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ് ഈസ് എ പ്രോമിനന്റ് ഡെസ്റ്റിനേഷൻ റൈറ്റ് നൗ, UK, ദെൻ ഞാനെല്ലാം പറഞ്ഞു തോന്നുന്നു US ഒഴിച്ച് ബാക്കി എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ യൂറോപ്പിൽ ജർമ്മനി, ഫ്രാൻസ്, ഫിൻലൻഡ്, ഇത് മൂന്നുമാണ് കറന്റ്ലി നമ്മളായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതുള്ള യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് കേസ് ടു കേസ് ബേസിസിൽ നമുക്ക് അവർക്കൊരു റീസൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞു കൊടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പ്രൊമോഷൻ പ്ലാനുകളിൽ അല്ലെ പ്രൊമോഷൻസിൽ ഞങ്ങളത് ഉൾപ്പെടുത്താറില്ല. അപ്പോൾ നമ്മളുമായിട്ട് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിൽ മാത്രമേ നമ്മൾ വിടുന്നുള്ളൂ. ഈ ലോകത്ത് എവിടെ പോയാലും നമ്മളുമായിട്ട് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ എനിക്കൊന്ന് ഏകദേശമൊക്കെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. കാരണം ഇത് ഈ പറഞ്ഞതല്ല, ഇപ്പം അടുത്ത മാസം നമ്മളൊരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ വേറെ പോളിസികളായിരിക്കും. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യുക. പോളിസി ചേഞ്ചസ് നമ്മളെ ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച നിലയിലുള്ള പ്രോഗ്രാമുകൾ, മികച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മികച്ച കോളേജ്, മികച്ച പ്രോഗ്രാം, തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ പോകുന്ന രാജ്യത്തെ ഭാഷയും പഠിക്കുക, തീർച്ചയായിട്ടും. ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാരാണ് നമുക്ക് ഈ സ്റ്റഡി അബ്രോഡിൽ വേണ്ടത്. അല്ല നിങ്ങളൊരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റെഡി ആയിക്കോ, പൈസ ആയിട്ട് വന്നോ വിടുക എന്ന് പറയുന്നതല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സാൽവേ മരിയയുടെ 19 ഓഫീസുകളുണ്ട്. 19 ഓഫീസിൽ എവിടെ ചെന്നാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിപ്പോൾ സാൽവേ മരിയയിൽ പോയി നിങ്ങളിത് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല ഞാനിത് പറയുന്നത്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. നമ്മൾ പല രാജ്യത്ത് ചെല്ലുമ്പോൾ കുട്ടികൾ കഷ്ടപ്പെടുന്നു കാണുന്നുണ്ട്. അത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴി മാത്രമേ എപ്പോഴും വിദേശത്ത് കുട്ടികളെ പഠിക്കാൻ വിടാവൂ. കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല അവരോട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി പോവുക. ഞാൻ എന്തായാലും സാൽവേ മരിയയുടെ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നല്ല കോളേജ്, നല്ല യൂണിവേഴ്സിറ്റി, നല്ല പ്രോഗ്രാം, അവിടുത്തെ ഭാഷ പഠിക്കുക, അത്ര എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോവാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ബോബി, ഇത്ര നേരം. താങ്ക്സ് ലോട്ട്. അപ്പോൾ നമ്മൾ ഇനി പോളിസി ചേഞ്ച് ഒക്കെ വന്നിട്ട് വീണ്ടും കാണാം. തീർച്ചയായും. അപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പറയുന്നത് അല്ലേ, വേറൊരു രാജ്യമായിരിക്കും. ശ്രീലങ്കയിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫേസ് ചേഞ്ച് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എപ്പോഴും ചെയ്യാവുന്നത് നല്ല വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്താൽ ഇനിയും ഒരു രാജ്യത്തിന്റെ സാഹചര്യം മോശമായാലും നമുക്ക് ആ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ കൂടെ ഒരു അസറ്റായിട്ട് തിരിച്ച് നാട്ടിൽ വന്നാലും ഇതാണ്
ഞങ്ങൾ കറന്റ് ഇപ്പം എക്സാമ്പിൾസ് വേണമെങ്കിൽ അതിന് കോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫ്രാൻസിൽ പോയി ഒരു ഏറ്റവും ഫീസ് കുറഞ്ഞിട്ടുള്ള ഒരു മോശം സ്ഥാപനത്തിൽ പഠിച്ച് ആ ഡിഗ്രി കൊണ്ട് തിരിച്ച് ഇന്ത്യയിൽ വരുമ്പം അതിന് വാല്യൂ ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കറന്റ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് നമ്മുടെ ആൾക്കാർ ആഗ്രഹങ്ങളുമായിട്ട് വരുമ്പം ആ ആഗ്രഹങ്ങൾ എങ്ങനെ അത് ഇന്ന കൺട്രി എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ അതിനെ പോസിറ്റീവ് പറയണത് കേൾക്കാനാണ് പലപ്പോഴും താല്പര്യപ്പെടുന്നത്. നമ്മൾ ഇറങ്ങിയിട്ട് പറയാം സാൽവേ വരെ പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ വേണ്ടെന്ന് പറയുന്നത് അവര് കറക്റ്റ് അവർ പറയണത് മുഴുവൻ അവരിതിന്റെ എല്ലാ നെഗറ്റീവ്സും പറഞ്ഞത്. അപ്പൊ നമുക്കൊരു മച്വർ ഡിസിഷൻ ആണ്, പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞുള്ള ഒരു ഡിസിഷൻ ആണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഓഫീസുകളിൽ വന്നാൽ അത് നടക്കും. എന്നാൽ പോസിറ്റീവ് മാത്രം നിങ്ങൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വന്നാൽ അത് നടന്നു വരത്തില്ല. അതാണ്, അത് നല്ലൊരു സംഭവമാണ്. അത് ഇത്ര 18 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാൽവേ മരിയെ സമീപിക്കാം. ഇനി ഒരു നന്ദി കൂടെ പറയേണ്ടത് നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയർ ഈ ഒരു സ്ഥാപനത്തിനോടാണ്. ഇത് നമ്മുടെ കൊച്ചൗസഫ് സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഇപ്പോഴും അദ്ദേഹം വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, പലതരത്തിലുള്ള ആക്ടിവിറ്റീസും വേണമെങ്കിൽ ഒരു കല്യാണം നടത്താവുന്ന അത്രയും വലിയ ഓഡിറ്റോറിയംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നടന്ന് സംസാരിക്കാൻ എളുപ്പമുണ്ടാണ്. നമ്മൾ നടപ്പാണല്ലോ നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഞാൻ ബോബിയോട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരും, നമുക്ക് ഇവിടെ നടക്കാവുന്ന. അപ്പം ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ എല്ലാ പിന്നിലുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ്.